ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറി നല്ല അടിപൊളിയാക്കാനും സ്കിൻ നല്ല ഗ്ലോ ആക്കാനുള്ള ഒരു പാക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, കല്യാണത്തിനൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഫേഷ്യൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഫേഷ്യൽ ഇഫക്റ്റോട് എന്തെങ്കിലും ഒരു പാക്ക് ഇടണമെന്ന് വെച്ചാൽ ഇതിട്ടാൽ മതി. നല്ല അടിപൊളി പാക്കാണ്. ഞാൻ നിങ്ങളെ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗുണമുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇത് പിന്നെ എന്താണ് ഈ മുൾട്ടാണി മിട്ടി കൊണ്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇരുണ്ട നിറക്കാർക്കൊക്കെ പെട്ടെന്ന് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടിയൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് സാധനം മേടിക്കണം. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, അത് അവർക്ക് ആയുർവേദത്തിൻ്റെ ഇതൊക്കെ ഉള്ളതാണേ. അപ്പം അവർ മേടിക്കുമ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അല്ലാണ്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഗുണവും കിട്ടത്തില്ല. അപ്പം ഇതിപ്പം നിങ്ങളിപ്പോൾ വാങ്ങിക്കുമ്പം നല്ല കടയിൽ നിന്ന് എന്താ പറയുക, നല്ല ഇതുള്ള മേടിക്കുക, നല്ല കമ്പനിയുടെ സാധനം മേടിക്കുക. അപ്പം ഞാനിത് എപ്പോഴും ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതാണ് എപ്പോഴും അത് കാരണം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് ഞാൻ എടുക്കുന്നത്. 2 സ്പൂൺ. അപ്പോൾ ഞാനിടുമ്പോൾ കാത്തൂനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ 2 സ്പൂൺ മുൾട്ടാണി മിട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതിലോട്ട് 1 സ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ്. ഉണ്ടോ? അപ്പോൾ ഇത് നല്ല അടിപൊളി പാക്കാണ്. നമുക്ക് വല്ല ഫങ്ഷനോ എന്താ പറയുക, വല്ല കല്യാണമോ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഗ്ലോയാണ്. പിന്നെ അത് തന്നെയുമല്ല, നമ്മുടെ കറുത്ത പാടുകളും ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറും. എന്നിട്ട് ഞാൻ ദേ ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൊടി, ഇതെല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. കസ്തൂരി മഞ്ഞളുടെ പൊടി ഇതൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം നല്ല നമുക്ക് വിശ്വസിച്ച് പുരട്ടാം. അപ്പം ഇത്രയും ഇട്ട് നമ്മൾ എന്തൊക്കെ ഇട്ടിപ്പോൾ മുൾട്ടാണി മിട്ടി ഇട്ട്, മുൾട്ടാണി മിട്ടി നമ്മൾ 2 സ്പൂൺ ഇട്ട്, 1 സ്പൂൺ നമ്മുടെ അരിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൊടി, പിന്നെ നമ്മുടെ അടുത്ത് ചെയ്യുന്നത് തൈരാണ്. അപ്പം തൈരോ പാലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ തൈര് ഇട്ടാലാണ് നമ്മുടെ ആ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പാലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, കുരു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും തൈര് തന്നെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതൊരു പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കാം. അപ്പോൾ നല്ല റിസൾട്ടായത്. അപ്പം ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പം ഇതാ യൂസ് ചെയ്യാറ്, വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ മുഖത്തെ കറുത്ത പാടൊക്കെ നന്നായിട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ഇതെല്ലാം നല്ല സാധനങ്ങളല്ലേ, നമ്മളല്ലാണ്ട് വേറെ ഒന്നും ഇടുന്നില്ലല്ലോ ഇതിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടി തൈരിട്ട് കൊടുക്കാം. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച് പുരട്ടിയിട്ട്, ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതെടുത്ത് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക്. നല്ല എന്താ പറയുക, നമ്മൾ ഏതാണ്ട് മേക്കപ്പ് ഇട്ടൊരു ഫീലായിരിക്കും നമുക്ക്. പിന്നെ പാലും തൈരും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഇടാം. പക്ഷേ തൈരാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തൈര് പറയുന്നത് ഇടാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇരിക്കണം കേട്ടോ, എന്നാലുള്ള പാക്കിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പാക്ക് ഇടാൻ പോവാണെന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫങ്ഷനും ഒക്കെ പോകുമ്പോൾ നല്ല ഗ്ലോ കിട്ടാനും ശരിക്കൊരു മേക്കപ്പിൻ്റെ ഒരു ഇത് കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഞാനിത് ഒരു ദിവസം ഒന്ന് ഉപയോഗിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നില്ലേ, അപ്പോൾ ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയായിരുന്നേ. അപ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിപ് ബാം ഉണ്ടാക്കിയായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. കണ്ടോ, അത് നല്ല അടിപൊളി ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ കാണാത്തവരൊക്കെ അതൊക്കെ കയറിയൊക്കെ ഒന്ന് കാണട്ടോ. പിന്നെ നമ്മൾ ഏത് പാക്ക് ഇടുന്നതിനെക്കാട്ടും മുമ്പ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു കോട്ടൺ കൊണ്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കണം ആദ്യം. അപ്പോൾ ഇപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതാണ്. അപ്പം എത്ര നമ്മൾ വാഷ് ചെയ്യുന്ന പറയാൻ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മുഖം ഒന്ന് ക്ലിയർ ആകുന്നത്. അപ്പോൾ നമ്മുടെ പച്ച പാലെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ്. അതിൽ നമുക്ക് ഈ മുൾട്ടാണി കുട്ടി മാത്രം നമ്മൾ മേടിച്ച് വെക്കുക. അത് വലിയ വിലയൊന്നും ആവില്ല. മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് സാധനം വേണം മേടിക്കാനായിട്ട്. എന്നാലും ഉള്ളൂ നമുക്ക് അതിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ നിന്നാണ് ഞാനത് വാങ്ങിയത്. ക്ലെൻസ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മാല ഒന്ന് ഊരി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ, എല്ലാം കൂടി എന്തൊക്കെ ഇട്ട്, മുൾട്ടാണി മുട്ടി, തൈര്, പിന്നെ കസ്തൂരി മഞ്ഞൾ, അരിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടതാണ്, മിക്സാണ്. എന്നിട്ട് ഇത് നല്ല കട്ടി തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാൻ തന്നെ എന്താ പറയുക, അത് ചെയ്യിച്ചു പോയി. നമ്മൾ ഈ ഫെമ്മൊക്കെ ഇട്ടൊക്കെ ചെയ്യത്തില്ലേ, അത്രക്കും റിസൾട്ടായിരുന്നു അത് ചെയ്തിട്ട്. അപ്പോൾ കണ്ണിൻ്റെ അങ്ങോട്ടൊന്നും അടുപ്പിക്കണ്ട കേട്ടോ നമുക്കിത്. അപ്പം ഞാൻ ഇതിങ്ങനെ ഒരാൾ പറഞ്ഞു തന്നാണ് എനിക്ക്. അപ്പം ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു തന്നാണ്. അപ്പം ഞാൻ അധികം ഇതുണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ടെന്നറിയാമല്ലോ എന്ന് ഞാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ അന്ന് പക്ഷേ ഞാൻ നിങ്ങളതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് നമ്മൾ ധൃതിക്ക് അങ്ങ് ഇട്ട് പോയി. അപ്പം അത്
അപ്പോൾ ഇന്ന് എനിക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം. അപ്പം ഞാനൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എന്ത് കഴുത്തിലോട്ടും കൂടി ശരിക്കും ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ നമുക്ക് രണ്ടും എന്താ പറയുക, മുഖവും കഴുത്തും വേറെ വേറെ പെട്ടെന്ന് മനസ്സിലാവും. നല്ല കട്ടിക്ക് തന്നെ, ഒരു പിശുക്കും വേണ്ട, നല്ല കട്ടിക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കും. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പരട്ടാം കേട്ടോ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പരട്ടി കൊടുക്കാം. ഈ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കരുവാളിപ്പ് മാറും. പിന്നെ നമ്മുടെ എന്താ പറയണ, ഈ ഇത് ഒരു എല്ലാ ദിവസവും പരട്ടണ്ട, ഒരു ആഴ്ചയിൽ 2-3 ദിവസം നമുക്കിത് പരട്ടി കൊടുക്കാം. ഈ കറുപ്പ് പാടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും മാറിക്കിട്ടും, കരുവാളിപ്പും എല്ലാം നല്ലതായിട്ട് മാറിക്കിട്ടും. പിന്നെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓണമെന്നോ തലേദിവസമോ, ഇപ്പോൾ നമ്മൾ രാവിലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ഇടാം. അപ്പോൾ വൈകിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്താൽ മതി, നല്ല ഗ്ലോ ആയിരിക്കും. അതേ ഞാൻ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ ആ ലിപ്സ്റ്റിക്കില്ലേ, അത് ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കെമിക്കലൊന്നും അല്ലല്ലോ, നല്ല ഇതല്ലേ, ചുണ്ടിന് പറ്റിയ സാധനങ്ങളെല്ലാം, ചുണ്ടിന് എന്നാൽ നല്ല നിറവും കിട്ടും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുഖമൊന്ന് വാഷ് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചെടുക്കാമേ. ലൈവായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി. അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, ഉടനെ ഈ പാക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പം ഇതിട്ടിട്ടാണ് പോയത്, ഈ റിസപ്ഷനൊക്കെ പോയപ്പോൾ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ശരിക്കും മേക്കപ്പ് എഫക്റ്റാണ്. അപ്പോൾ നമ്മൾ തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കണം. തൈരാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. പാലിലേലും നല്ലത് തൈരാണ്. അതാണ് ഞാൻ തൈര് ചൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ട, അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തുടച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അതായത് നമുക്ക് പോകുമ്പോൾ ഒരു പൗഡറും കൂടി വേണ്ട, അത്രക്ക് നല്ല ഇതാണ്. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടുക മാത്രം മതി, അല്ലാണ്ട് നമുക്ക് വേറെ ഒരു മേക്കപ്പും വേണ്ട. അത്രക്ക് നല്ല റിസൾട്ട് ഇത് വരട്ടിയിട്ട് എനിക്ക് കിട്ടി. കണ്ടില്ലേ, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, നല്ല കളർ വെച്ചു. അപ്പം ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇടണം നമ്മൾ. അത് നല്ല ബ്രാൻഡഡ് സാധനമായിരിക്കണം. പിന്നെ അതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ.
അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഇപ്പം എൻ്റെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും ഇരുണ്ട നിറമുള്ള ആളാണ്. അപ്പം എനിക്ക് ഇത്തരം എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്തിരി കളറ് കൂടിയവർക്കും കുറഞ്ഞവർക്കും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയാണ്. ശരിക്കും നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മേക്കപ്പ് എഫക്റ്റ് തന്നെ തരും. നല്ലതായിട്ട് നമ്മുടെ ഇത് പോയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം തണുത്ത വെള്ളത്തിൽ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മുമ്പിലിരുന്ന് ലൈവായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് മുൾട്ടാനി മിട്ടിയുടെ ഈ പാക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ മാറി നിൽക്കണോണ്ട് കുറച്ച് നമ്മുടെ അവിടെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് ചുമ്മാ ഒന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താണേ. അപ്പോൾ ഈ ചെടിയുടെ ഈ പൂവിൻ്റെ പേര് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം.